നവാഹയജ്ഞത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ആദ്യത്തെ ദിവസത്തെ വീഡിയോ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ആദ്യത്തെ ദിവസത്തെ പോലെ 12:30-12:45 നേരത്താണ് ഞാനും വേദുവൊക്കെ പോയത് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പോയി. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ അത്ര തിരക്കൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പ്രസാദം വാങ്ങാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും വരിയായി പോയി ക്യൂ നിൽക്കുന്നു. അപ്പോൾ ബാക്കത്തെ കുറച്ച് പേരൊക്കെ ഇടയിൽ കൂടെ കയറി പ്രസാദമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ വേദുവിന് ശർക്കര മാത്രം മതി പറഞ്ഞു. അപ്പോൾ ഞാൻ അവനൊരു ശർക്കരയുടെ കഷ്ണം കൊടുത്തു. പിന്നെ അത് ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ ട്രിപ്പായിട്ട് ഇരുന്നത്. അത്ര തിരക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ഭയങ്കര തിരക്കാവും. പിന്നെ സ്കൂളിലത്തെ ദിവസം ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല. ഇനി ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ വീഡിയോസ് ഇടില്ല, എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അത് കാരണം എനിക്ക് 2 ദിവസം മാത്രമാണ് അമ്പലത്തിൽ പോകാൻ പറ്റിയത്. ഇനി എന്നാണ് ഞാൻ പോകാൻ പോകുന്നത് അന്ന് വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഇരുന്ന വേദുട്ടനെ ക്ഷമയില്ല കേട്ടോ അപ്പോഴും. അപ്പോൾ ഇത് ഇരുന്ന സ്ഥലത്ത് പറഞ്ഞാൽ വേദുട്ടനെ എത്തുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ തന്നെ കഴിക്കും വേണം. അപ്പോൾ അവൻ എന്താ ചെയ്ത് പ്ലേറ്റൊക്കെ വെച്ച് ഇന്നത്തെ വിഭവങ്ങൾ ആദ്യം പറയട്ടെ എന്തൊക്കെയാണ്. അപ്പോൾ അതേപോലെ കായും പയറും ഉപ്പേരിയായിരുന്നു, പിന്നെ അച്ചാർ നാരങ്ങ അച്ചാർ തന്നെയായിരുന്നു, പിന്നെ ഓലനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഓലൻ. കുമ്പളങ്ങ കൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ വന്നിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറ്, സാമ്പാർ, പപ്പടം, ഇത്രയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ചില ദിവസങ്ങൾ പായസം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ ഈ 2 ദിവസം പോയപ്പോഴും എനിക്ക് പായസം കിട്ടിയില്ല കേട്ടോ. ഇനി ചിലപ്പം ഞാൻ പോവാത്ത ദിവസം പായസം ഉണ്ടായിരിക്കും, അതെനിക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേദുക്കുട്ടൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. പാവം എല്ലാവരും പറയുന്നു കേട്ടോ, അവിടെ ഇരിക്കുന്നവരൊക്കെ ആ കുട്ടിയുടെ കഷ്ടപ്പാട് നോക്കിയെന്ന്. നമ്മൾ നല്ല ആസ്വദിച്ച് തന്നെ ആ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ഇനി കുമാരി പൂജ അതുപോലെ തന്നെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.